ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വികസ്വര രാഷ്ട്രങ്ങളെയും ഗ്ലോബൽ സൌത്തിനെയും പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുബായിൽ ലോക ഗവൺമെന്റ് ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ UAE ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ചർച്ചയായി. രാജ്യത്തെ ശാക്തീകരിക്കാൻ വനിതകളുടെ തുല്യ പങ്കാളിത്തം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്നും എൽ മുരുകൻ മധ്യപ്രദേശിൽ നിന്നും മത്സരിക്കും. കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വേണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ രാജ്കോട്ടിൽ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ആഗോള ഭരണ നിർവഹണ സ്ഥാപനങ്ങളിൽ പരിഷ്കരണം വേണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നമ്മുടെ രാജ്യത്ത് പരിഷ്കരണം നടത്തുമ്പോൾ ആഗോളമായുള്ള ഭരണനിർവഹണ സ്ഥാപനങ്ങളിലും അത് വേണ്ടതില്ലേയെന്ന് പ്രധാനമന്ത്രി ചോദിച്ചു. ദുബായിൽ ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ നരേന്ദ്രമോദി. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വികസ്വര രാഷ്ട്രങ്ങളെയും ഗ്ലോബൽ സൌത്തിനെയും പരിഗണിക്കണമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. നിർമ്മിത ബുദ്ധി, ക്രിപ്റ്റോ കറൻസി, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയുടെ വെല്ലുവിളി നേരിടാൻ ആഗോള മാതൃകകൾ സൃഷ്ടിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. हमें आर्टिफिशियल इंटेलिजेंस और क्रिप्टो करेंसी, साइबर क्राइम ऐसे पैदा हो रही चुनौतियों के लिए ग्लोबल प्रोटोकॉल बनाने होंगे. हमें अपनी नेशनल सॉवरेनिटी को प्राथमिकता देते हुए इंटरनेशनल लॉ की मर्यादा भी रखनी होगी. इन्हीं भावनाओं पर चलते हुए हम न केवल सरकारों के सामने उपस्थित चुनौतियों का समाधान करेंगे, बल्कि विश्व बंधुत्व को भी मजबूती देंगे. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായി ദുബായിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ UAE ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള നടപടികൾ ചർച്ചയായി. ഉഭയകക്ഷി സഹകരണം, വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, ബഹിരാകാശം, വിദ്യാഭ്യാസം, സാംസ്കാരിക വിനിമയം തുടങ്ങിയ വിഷയങ്ങളിൽ ആശയവിനിമയം നടന്നു. സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ഇരു നേതാക്കളും സംതൃപ്തി പ്രകടിപ്പിച്ചു. ദുബായിലെ ഇന്ത്യൻ സമൂഹത്തിന് നൽകുന്ന പിന്തുണയ്ക്ക് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന് ശ്രീ നരേന്ദ്രമോദി നന്ദി പറഞ്ഞു. അദ്ദേഹത്തെ ഇന്ത്യ സന്ദർശനത്തിന് ക്ഷണിക്കുകയും ചെയ്തു. ദുബായിലെ ജബൽ അലി സ്വതന്ത്ര വ്യാപാര മേഖലയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുന്നതിനുള്ള ഭാരത് മാർട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ചേർന്ന് ശിലാസ്ഥാപനം നടത്തി. ജബൽ അലി തുറമുഖം പ്രയോജനപ്പെടുത്തി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി കണ്ടെത്താൻ ഭാരത് മാർട്ടിലൂടെ കഴിയും. DP വേൾഡാണ് ഇതിന്റെ നിർമ്മാണം നടത്തുക. ഇന്ത്യയിൽ നിന്നുള്ള നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ എത്തുന്നതിന് ഭാരത് മാർട്ട് സഹായിക്കും. ലോക ഗവൺമെന്റ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഡഗാസ്കർ പ്രസിഡന്റ് ആൻഡ്രി രാജോലിനയുമായി കൂടിക്കാഴ്ച നടത്തി. നയതന്ത്ര ബന്ധത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിച്ചുകൊണ്ട് ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിത്. അബുദാബിയിലെ ആദ്യ ശിലാനിർമ്മിത ഹിന്ദു ക്ഷേത്രമായ സ്വാമിനാരായൺ സൻസഥ ബാബ്സ് മന്ദിറിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രത്തിലെത്തി. ക്ഷേത്ര സമർപ്പണം അല്പസമയത്തിനകം നടക്കും. UAE ഗവൺമെന്റ് നൽകിയ 27 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ലോകത്തെ വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര വികസനത്തിന് ഊർജ്ജ സുരക്ഷയും സുസ്ഥിരതയും വേണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാരീസിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ മന്ത്രിതല യോഗത്തെ വിദൂര ദൃശ്യ സംവിധാനത്തിലും അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ നരേന്ദ്രമോദി. ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തെ 5ാമത് സമ്പദ് വ്യവസ്ഥയായി. 11ാം സ്ഥാനത്ത് നിന്നാണ് ഈ നേട്ടം കൈവരിച്ചത്. ഈ കാലയളവിൽ രാജ്യത്തിന്റെ സൌരോർജ്ജ ശേഷി 26 മടങ്ങ് വർദ്ധിച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയും 2 ഇരട്ടിയായി വർദ്ധിച്ചുവെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തെ ശാക്തീകരിക്കാൻ വനിതകളുടെ തുല്യ പങ്കാളിത്തം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്ക് സ്ത്രീയുടെയും പുരുഷന്റെയും തുല്യ സഹകരണം ആവശ്യമാണെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. രാജസ്ഥാനിലെ ബനേശ്വർ ധാമിൽ ലഖ്പതി ദിദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സ്ത്രീകൾക്കിടയിൽ വിദ്യാഭ്യാസവും നൈപുണ്യ വികസനവും പ്രോത്സാഹിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ശ്രീമതി മുർമു സ്വാശ്രയ സംഘങ്ങളിലൂടെ സ്ത്രീകളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും ചൂണ്ടിക്കാട്ടി. സ്വാശ്രയ സംഘങ്ങൾ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകൾ രാഷ്ട്രപതി സന്ദർശിച്ചു. വനിതകൾക്ക് 250 കോടി രൂപയുടെ വായ്പയും മഹിളാ നിധിയുടെ കീഴിൽ 50 കോടി രൂപയുടെ ചെക്കുകളും രാഷ്ട്രപതി വിതരണം ചെയ്തു.
രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി, മുൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്, സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഗോവിന്ദ് സിംഗ് ദോട്ടസാര, പ്രതിപക്ഷ നേതാവ് ടിക്കാറാം ജൂലി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. രാജസ്ഥാനിൽ നിന്നുള്ള 3 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സംസ്ഥാനത്ത് മദൻ റാത്തോഡിനെയും ചുനിലാൽ ഗരാസിയെയും ബിജെപി സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. ബിജെപി സ്ഥാനാർത്ഥികൾ നാളെ പത്രിക സമർപ്പിക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള കൂടുതൽ സ്ഥാനാർത്ഥികളുടെ പട്ടിക ബിജെപി പുറത്തിറക്കി. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്നും, കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ മധ്യപ്രദേശിൽ നിന്നും രാജ്യസഭയിലേക്ക് മത്സരിക്കും. പട്ടിക പ്രകാരം ഉമേഷ് നാഥ് മഹാരാജ്, മായ നരോലിയ, ബെൻസുലാൽ ഗുർജാർ എന്നിവർ മധ്യപ്രദേശിൽ സ്ഥാനാർത്ഥികളാകും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. ഈ മാസം 27-നാണ് വോട്ടെടുപ്പ്. ഒഡീഷയിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കുന്ന കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ അശ്വിനി വൈഷ്ണവിനെ പിന്തുണയ്ക്കുമെന്ന് ഭരണകക്ഷിയായ ബിജു ജനതാദൾ. ഒഡീഷയുടെ വിശാല താൽപര്യം മുൻനിർത്തി പ്രത്യേകിച്ചും റെയിൽവേ, ടെലികോം മേഖലകളെ പരിഗണിച്ചാണ് പിന്തുണ നൽകുന്നതെന്ന് ബിജെഡി പ്രസിഡന്റും മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കി. വനമന്ത്രി എ കെ ശശീന്ദ്രനാണ് പ്രമേയം അവതരിപ്പിച്ചത്. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണം മനുഷ്യജീവനും സ്വത്തിനും കൃഷിക്കും ഭീഷണി ഉയർത്തുകയാണ്. ജനവാസ മേഖലകളിലിറങ്ങുന്ന ആക്രമണകാരികളായ വന്യജീവികളെ നശിപ്പിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന കേന്ദ്ര വന്യജീവി നിയമത്തിലെ കർശന വ്യവസ്ഥകൾ കാലാനുസൃതമായി ഭേദഗതി വരുത്തണമെന്നാണ് പ്രമേയം ആവശ്യപ്പെടുന്നത്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. വന്യജീവി നിയമ ഭേദഗതി സംബന്ധിച്ച് കേരള നിയമസഭ ഇന്ന് പാസാക്കിയ പ്രമേയം ജനങ്ങളെ അപഹാസ്യരാക്കുന്നതാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ള നടപടികൾ പ്രാവർത്തികമാക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യേണ്ടതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേന്ദ്ര നിയമത്തിൽ എന്ത് ഭേദഗതി വരുത്തണമെന്ന് സർക്കാരിന് പറയാൻ സാധിക്കുമോ എന്നും ശ്രീ മുരളീധരൻ ചോദിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം ഇല്ലാതാക്കാൻ 2019 മുതൽ കേന്ദ്രം നൽകിയ 31 കോടി രൂപ എന്തു ചെയ്തുവെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ പ്രതിസന്ധി സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കേരളത്തിലെ കർഷകർ ഇപ്പോൾ അനുഭവിക്കുന്നതെന്ന് പ്രമേയത്തിന് നോട്ടീസ് നൽകിയ പ്രതിപക്ഷ അംഗം കുറുക്കോളി മൊയ്തീൻ ആരോപിച്ചു. എന്നാൽ കർഷകരെ പരിഗണിക്കുന്ന നിലപാടാണ് സർക്കാരിന്റേതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. വസന്ത് പഞ്ചമി, സരസ്വതി പൂജ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഊർജ്ജവും ഭക്തിയും നിറഞ്ഞ ഉത്സവം എല്ലാ ഇന്ത്യക്കാരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരുമെന്ന് ശ്രീമതി മുർമു സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾക്ക് വസന്ത് പഞ്ചമി, സരസ്വതി പൂജ ആശംസകൾ നേർന്നു. വിദേശ രാജ്യങ്ങളിലും വസന്ത് പഞ്ചമി ആഘോഷം നടന്നു. ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിൽ ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ സ്വാമി വിവേകാനന്ദ കൾച്ചറൽ സെന്ററുമായി ചേർന്ന് സരസ്വതി പൂജ സംഘടിപ്പിച്ചു. ഉത്തരാഖണ്ഡിൽ ഡെറാഡൂണിലെ ജോളി ഗ്രാന്റ് വിമാനത്താവളത്തിലെ പുതിയ ടെർമിനൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ നിർവഹിച്ചു. പുതിയ ടെർമിനൽ കെട്ടിടം വിനോദസഞ്ചാരം, തൊഴിൽ, പ്രാദേശിക കണക്ടിവിറ്റി എന്നിവയെ ശക്തിപ്പെടുത്തുമെന്നും സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സമരം ചെയ്യുന്ന കർഷകരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ടെ പറഞ്ഞു. ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ നടക്കും. രാജ്കോട്ടിലെ സൌരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ 2 ടീമും ഓരോ മത്സരം വീതം ജയിച്ച് സമനിലയിൽ തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വികസ്വര രാഷ്ട്രങ്ങളെയും ഗ്ലോബൽ സൌത്തിനെയും പരിഗണിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദുബായിൽ ലോക ഗവൺമെന്റ് ഉച്ചകോടിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ UAE ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ചർച്ചയായി. രാജ്യത്തെ ശാക്തീകരിക്കാൻ വനിതകളുടെ തുല്യ പങ്കാളിത്തം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ് ഒഡീഷയിൽ നിന്നും, എൽ മുരുകൻ മധ്യപ്രദേശിൽ നിന്നും മത്സരിക്കും. കേന്ദ്ര വന്യജീവി നിയമത്തിൽ ഭേദഗതി വേണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ രാജ്കോട്ടിൽ ആരംഭിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35-ന്.